പ്രിയ സുഹൃത്തുക്കളെ, ചെത്തല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ പണാവിയയുടെ ബിസിനസ് മീറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു പണാവിയ ബിസിനസ് മീറ്റ്. മേലനങ്ങാതെ കോടികൾ കൊയ്യാവുന്ന പണിയാണ് പണാവിയ ചെയ്യുന്നത്. നിങ്ങൾ നിക്ഷേപിക്കുന്ന പണം എങ്ങനെ ഇരട്ടിക്കുന്നുവെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. Come on. വരാൻ പറഞ്ഞു. കമോൺ പറഞ്ഞു. സത്യമായിട്ടും അങ്ങനെ ആരെങ്കിലും കമോൺ എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോ അവിടെ പോയി അങ്ങോട്ട് കമോൺ. ശ്രദ്ധിക്കൂ. അല്ല തുടങ്ങിയോ? ഞമ്മക്കും ഇതിനകത്തൊന്ന് പങ്കെടുത്താൽ കുഴപ്പമില്ലാന്നുണ്ട്. അല്ലേ നമ്മള് മൊയ്തു നമ്മള് കൊറേ കാലം ദുബായിലേനി. ആടുന്ന് ചോര നീരാക്കിയിട്ട് കുറെ കായ് ഉണ്ടാക്കിക്കണേ. അപ്പൊ അത് ബാങ്കിലിടാൻ നമ്മളെ വിശ്വാസം നമ്മളെ സമ്മതിക്കില്ല. പലിശനോട് നമ്മൾ എതിരാണ്. പിന്നെ ബിസിനസ് ആകുമ്പോ കുഴപ്പമില്ലല്ലോ, പലിശ ഇല്ലല്ലോ, കിട്ടണമൊക്കെ ലാഭല്ലേ. എന്നാ പിന്നെ നിങ്ങൾ തുടങ്ങിക്കോളി. നിങ്ങളെ മൊയ്തു പറഞ്ഞത് വളരെ ശരിയാണ്. ഞാൻ പറഞ്ഞത് ശരിയാണ് പോലെ. വെറുതെ ഇരുന്നാൽ കമ്മീഷൻ കിട്ടുന്ന വേറെ ഏത് ജോലിയുണ്ട്? അതാണ് പണാവി നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നത്. വലിയ തുക മുതൽ മുടക്ക് വേണ്ട. നിങ്ങൾ മുടക്കുന്ന പണത്തിന് വില കൂടിയ ഉൽപ്പന്നങ്ങൾ ഞങ്ങൾ നിങ്ങൾക്ക് തരും. അത് വിറ്റും നിങ്ങൾക്ക് കാശുണ്ടാക്കാം, കോടികൾ സമ്പാദിക്കാം. പണാവിയുടെ പ്രൊഡക്റ്റിനൊക്കെ വലിയ വിലയാണെന്നാണല്ലോ പറഞ്ഞു കേൾക്കുന്നത്. കേട്ടതെല്ലാം ശരിയാണ്, എല്ലാം തെറ്റുമാണ്. മുടിഞ്ഞ വിലയാണ് ഞങ്ങളുടെ മുഖമുദ്ര. കൊട ബൈക്കിൽ പോയതാ. ബൈക്കിൽ പോയത്? ആ കൊട ബൈക്കിൽ പോയതാണ്. വേണ്ടപ്പെടന്നോട്ടെ, അതാണ് സൗകര്യം. അതാണ് സൗകര്യം. അപ്പോ നമ്മൾ പറഞ്ഞു വന്നത് മുഖമുദ്ര. മുടിഞ്ഞ വിലയാണ് ഞങ്ങളുടെ മുഖമുദ്ര. കൂടിയ വില, കുറഞ്ഞ ഗുണനിലവാരം, അതാണ് ഞങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെ പ്രത്യേകത. അപ്പൊ ഈ കമ്പനിയിൽ എങ്ങനെ ചേരാ? ഗുഡ് ക്വസ്റ്റ്യൻ. ബ്രില്യന്റ്. ചോദ്യകർത്താവിന് ബുദ്ധിയുണ്ട് സാർ. താങ്ക് യു. അതിന് അവൾ അത്ര ബുദ്ധിയുള്ള ക്വസ്റ്റ്യൻ ഒന്നും ചോദിച്ചില്ലല്ലോ. ഇയാൾ നിങ്ങളുടെ ഭർത്താവാണ്? അതെ, എങ്ങനെ മനസ്സിലായി? സാധാരണ ഭർത്താക്കന്മാർ ഭാര്യമാരുടെ ബുദ്ധി സമ്മതിച്ചു കൊടുക്കാറില്ല. ഈ കമ്പനിയിൽ ചേർന്ന് എങ്ങനെ ലാഭം ഉണ്ടാക്കാമെന്നാണ് ഈ യുവതി ചോദിച്ചത്. പറയാം, ശ്രദ്ധിക്കും. 5000 രൂപയടച്ച് നിങ്ങൾ പണാവിയിൽ ചേരുന്നു. നിങ്ങൾ 2 പേരെ ചേർക്കുന്നു. അമ്മാവനും അമ്മായി. ആ 2 പേർ 4 പേരെ ചേർക്കുന്നു. അങ്ങനെ 4 8 8 16 16 32 32 64 ആകുന്നു. ഇനി പെരുക്ക പട്ടിക അറിയാത്തവർക്ക് ഞങ്ങൾ 5 പടി മനപ്പാഠം നമുക്ക് വേണ്ടി വരും. അങ്ങനെ പെരുകി പെരുകി കണ്ണികൾ വികസിക്കുമ്പോൾ തുടക്കത്തിലെ കണ്ണിയായ നിങ്ങൾക്ക് കമ്മീഷൻ കിട്ടുന്നു. വെറുതെ ഇരിക്കുന്നു, കമ്മീഷൻ വാങ്ങുന്നു. വെറുതെ ഇരിക്കുന്നു, കമ്മീഷൻ വാങ്ങും. നമ്മൾ വെറുതെ ഇരിക്കുന്നു, പോലീസ് വരുന്നു, നമ്മളെ പൊക്കുന്നു. ഇതന്നെയല്ലേ മണി ചെയിന്. അയ്യോ, അപ്പൊ ഇത് പത്രത്തിലൊക്കെ കാണുന്ന പോലെ മണി ചെയിൻ തട്ടിപ്പാ? അതന്നെയാണിത് അല്ലേ സാറ് പറഞ്ഞത്. ഈ കുട്ടിയുടെ ബുദ്ധി എവിടെ പോയി? ഇത് മണി ചെയിൻ അല്ല, മണി ട്രീ. പണാവിയിൽ ചേരുന്ന ഓരോരുത്തരും ഈ മരത്തിന്റെ ശാഖകളാണ്, കൊമ്പുകളാണ്. കൊമ്പുകൾ. അത് നന്നായി. അപ്പൊ നമുക്ക് ഗ്യാസ് ഇല്ലാത്തപ്പോ കത്തിക്കുകയും ചെയ്യാം. അങ്ങനെ പണം കായ്ക്കുന്ന മരം പടർന്ന് പടർന്ന് പന്തലിക്കും. അല്ല സാറേ, അതിന്റെ വിത്ത് കിട്ടും നമുക്ക്. അത് കുഴിച്ചിട്ട മുളച്ചു വയ്ക്കുമല്ലോ അല്ലേ? നിങ്ങൾ ഓരോരുത്തരും ആ മരത്തിന്റെ കൊമ്പുകളാണ്, കൊമ്പുകളാണ്. ഒരു കഷ്ണം കൊമ്പ് കിട്ടിയാൽ മതി. ചിലത് കൊമ്പ് കുഴിച്ചിട്ടാൽ തെയ്ത്തോളൂ. സയൻസ്. ഞാൻ DYSP ശീതളൻ. ഈ പണാവി കമ്പനിയുടെ പ്രൊമോട്ടറാണ്. നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയെ കുറിച്ച് വെറുതെ ആവശ്യമില്ലാതെ മണിച്ചൈൻ എന്നൊക്കെ പറഞ്ഞ് അവഹേളിച്ചാൽ ഞാൻ കേസെടുക്കും. സൂക്ഷിച്ചോ. സുഹൃത്തുക്കളെ, DYSP ശീതളൻ സാറിനെ പോലുള്ള എത്രയോ വലിയ ഉയർന്ന ഉന്നത ഉദ്യോഗസ്ഥർ ഈ പണാവി കമ്പനിയുടെ പ്രൊമോട്ടർമാരാണ്. പോലീസുകാർ, ജഡ്ജിമാർ, ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, പ്രൊഫസർമാർ, ഇങ്ങനെ സമൂഹത്തിലെ ഉന്നത നിലയിലുള്ള ആളുകളാണ് ഈ കമ്പനിയുടെ പുറകിൽ. എന്നെ പോലെ പണാവിയിൽ ചേരുന്ന നിങ്ങൾ ഓരോരുത്തരും 2 പേരെ വീതം ചേർത്ത് ഈ വല വലുതാക്കുക. ഞങ്ങൾ വലുതാക്കാം സാർ. സാറേ, എനിക്കൊരു കാര്യം പറയാണ്ടേ. പറയൂ. നമ്മളൊരു പഴയ മനുഷ്യനാ. നമുക്ക് വലിയ വിവരവും വിദ്യാഭ്യാസവും ഒന്നും ഇല്ല. പക്ഷെ പുരാണത്തിലൊരു കഥ നമുക്ക് ഓർമ്മയുണ്ട്. അത് നമ്മളൊന്ന് പറയട്ടെ. കഥ വല പൊളിക്കൂ. എന്തേ സാറേ? ഒന്നുമില്ല, പറഞ്ഞോളൂ. കഥ. ഈ പുരാണത്തില് സമർത്ഥനായ ഒരു ചതുരംഗക്കളി രാജാവുണ്ട്.
ശരി. ഇയാൾ ഒരു ദിവസം ഒരു പന്തയം വെച്ച് മൂപ്പരെ തോപ്പിക്കുന്ന ആൾക്കാർക്ക് ചോദിക്കുന്ന സമ്മാനം കൊടുക്കും. അങ്ങനെ ഒരു പ്രജ ഈ രാജാവിനെ അങ്ങോട്ട് തോപ്പിച്ച്. അപ്പൊ എന്താ സമ്മാനം വേണ്ടിയെന്ന് ചോദിച്ചപ്പോ പ്രജ പറഞ്ഞ് ഓരോ കാലത്തിനും ഓരോ ചാക്ക അരി മതി. ഓരോ കാലത്തിന് ഓരോ ചാക്ക അരി മതി. ഒന്നാമത്തെ കളി തോറ്റ് പ്രജക്ക് ഒരു ചാക്ക് കിട്ടി. രണ്ടാമത്തെ കളി തോറ്റ് പ്രജക്ക് 2 ചാക്ക് കിട്ടി. 10 ദിവസം കഴിഞ്ഞപ്പോ ഈ പ്രജക്ക് കിട്ടിയ 512 ചാക്ക. അങ്ങനെ ഈ ചതുരംഗ കളത്തിലെ കള 64 64 കളം കഴിയുമ്പോഴേക്ക് എത്ര ചാക്ക് അരി കൊടുക്കുന്ന അറിയാണ്ട് ബുദ്ധിമുട്ടിയിട്ട് രാജാവ് തോറ്റുപോയി. പറഞ്ഞ കഥ പോലെയാണല്ലോ ഇപ്പം ഇവിടെ നടക്കാൻ പോണ കഥ അല്ലേ? അല്ല, ഇവിടെ ഈ കാര്യം പറയുന്നതിന്റെ ഇടയിൽ ഒരു കഥ വേണോ? അല്ല ഏട്ടാ, നമ്മള് പെടുവോന്ന്? എന്തോ അല്ല നിനക്ക് വല്ല സംശയം നേരിട്ട് ചോദിച്ചു. സംശയമുണ്ടവർക്ക് സംശയം എന്റെ കഥ എസിക്കണം. അല്ല, ചോദിക്കൂ, പറഞ്ഞോളൂ. ഈ നാട്ടിലുള്ളവര് മുഴുവൻ ഈ കണ്ണിയില് ചേരില്ലല്ലോ, അപ്പൊ കണ്ണി പൊട്ടി പോവില്ലേ? അത് ചതുരംഗ കളിയുടെ കാര്യമാണ് ആ പറഞ്ഞത് കേട്ടോ. ചതുരംഗ കളി, പുള്ളിക്ക് ചാക്ക് കച്ചവടം, അരിക്കച്ചവടം. ഇതല്ല, ഇത് ട്രീ, മരം, വൃക്ഷം. അപ്പൊ വൃക്ഷം വീണ്ടും വീണ്ടും ഇങ്ങനെ മുളച്ച് വരും. നിലക്കില്ല, കൊമ്പുകൾ, ശാഖകൾ കേട്ടോ. കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പഠിച്ചോന്നറിയാം. വേഷങ്ങളെ ഞാൻ കൂട്ടിക്കും കേട്ടോ. ഡിവൈഎസ്പി ശീതളൻ. മറിമായം